ഭാര്യമാരെ ചതിക്കരുത്. ഭാര്യമാരെ വഞ്ചിക്കുന്ന പുരുഷന്മാർ സ്വന്തം ഭാര്യമാരെ മനുഷ്യ ഹിയ ഉമ്മ ഔലാദിക, നിന്റെ മക്കളുടെ ഉമ്മയല്ലേ എന്നാണ് മഹാന്മാർ ചോദിച്ചത്. നമ്മുടെ ഭാര്യ ആരാണ്? നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഹിയ ഉമ്മ ഔലാദിക, നമ്മുടെ മക്കളുടെ ഉമ്മ. ആ മക്കളുടെ ഉമ്മയെ വഞ്ചിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് നഊദു ബില്ലാഹ് വേറെ സ്വന്തം ഭാര്യയെ ചതിച്ച് മറ്റുള്ളവർ പെൺകുട്ടികളോട് പാതിരാ സമയത്ത് പോലും കുശലം പറഞ്ഞ് സംസാരിച്ച് പുളകി മറിഞ്ഞ് നടക്കുന്ന ആളുകൾ ഭാര്യയോട് 10 മിനിറ്റ് സംസാരിക്കാൻ സമയമില്ല. അല്ലെങ്കിലും ഇപ്പൊ കൂടിയിട്ടുമുണ്ട്. ഒരു ചെറിയ പെട്ടിക്കടക്കാരനാണ് എങ്കിൽ കരുനാഗപ്പള്ളി ഭാഗത്ത് എന്താന്ന് അറിയില്ലട്ടാ, ഒരു പെട്ടിക്കട തുടങ്ങിയ ഒരു മനുഷ്യൻ നോക്കി നിങ്ങൾ. ഞങ്ങളുടെ രാജ്യത്തൊക്കെ ഒരു ശൈലിയുണ്ട്. മക്കൾ, നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടാ? പെട്ടെന്ന് കെട്ടിക്കടോ, പെണ്ണ് കിട്ടാനില്ലട്ടാ. വേണേ ആ കുട്ടിയൊക്കെ നിങ്ങൾ അവനത് വേറെ ഹാലില്ല, പേണയ്ക്ക് കെട്ടിക്കോളി മക്കളെ. ഞാൻ പറയുന്നത് യാതൊരുവിധ പ്രശ്നവുമില്ലാതെ അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ഒരു പെട്ടിക്കട നടത്തുന്ന ഒരു മനുഷ്യൻ രാവിലെ 8 മണിക്ക് കട തുറന്നാൽ രാത്രി 8 മണി വരെ, അത് നമ്മൾ പറയട്ടോ, ഒരു 5 മിനിറ്റ് നിന്ന് കേൾക്കി. രാത്രി 8 മണി വരെ ബിസിനസ്, കച്ചവടം, എന്താ പറയാ, പൊരിഞ്ഞ കച്ചവടം. എന്നിട്ട് കടയടച്ച് ഈ പെണ്ണുണ്ടാക്കിയ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കും. വന്നിട്ട് രാത്രി ഒരു 11:30-12 മണി വരെ കണക്ക് പിള്ള. കൊല്ലം ജില്ലയിലില്ല കേട്ടോ കണക്ക് പിള്ള. കണക്ക് നോക്കി കൂട്ടന്നെ. എന്നിട്ട് 12 മണിയായ ഉറങ്ങുന്നു. സ്വന്തം ഭാര്യയോട് ഒരു അരമണിക്കൂർ സംസാരിക്കാൻ 24 മണിക്കൂറിൽ ഭാര്യയോട് നമ്മുടെ പ്രിയപ്പെട്ട ആഖിറത്തിലേക്കുള്ള റഹ്മത്താണ്, ബറക്കത്താണ്, ഐശ്വര്യമാണ് മുസ്ലിമീങ്ങളെ ഭാര്യമാർ. മൂടി വെച്ചത് കൊണ്ടായില്ല. അവരോടൊരു അരമണിക്കൂർ സംസാരിക്കാൻ സമയം വെക്കാത്ത, സമയമില്ലാത്ത ഒരുപാട് മനുഷ്യന്മാർ. എവിടെയാണ് മനുഷ്യ സന്തോഷമുള്ളത്? എവിടെയാണ് പിതാക്കളെ ബറക്കത്തുള്ളത്? ഏറ്റവും വലിയ സന്തോഷവും ഐശ്വര്യവും ഭാര്യയും ഭർത്താവും അവരുടെ സംസാരവും അവരുടെ പുഞ്ചിരിയും അവരുടെ നടത്തവും കൂട്ടൊരുമയുള്ള ജീവിതവും. അൽഹംദുലില്ലാഹ് നസലത് ബിഹിമുർ റഹ്മാ, നസലത് ബിഹിമുർ റഹ്മാ. അല്ലാഹു അവർക്ക് നല്ല റഹ്മത്ത് കൊടുക്കും. പടച്ച റബ്ബ് റഹ്മത്ത് കൊടുത്താൽ ആഫിയത്ത്, ആരോഗ്യവും സന്തോഷവും, രോഗമില്ലായ്മ, ക്ഷീണമില്ലായ്മ, ഉന്മേഷം, നിശാത്ത്, ഇതൊക്കെ മഹാന്മാര് പഠിപ്പിക്കുന്നതാണ്. ഞാൻ പറയുന്ന കടുപ്പാവണ്ട തൊപ്പി, ഒന്ന് മൂടിയാ ബീവികളെ, നിങ്ങൾക്ക് കടുപ്പാവണ്ട. ഭാര്യയും ഭർത്താവും തമ്മിൽ എത്ര കണ്ട് തമാശ പറയുന്നുവോ, സംസാരിക്കുന്നുവോ, പുഞ്ചിരിക്കുന്നുവോ, അത്ര കണ്ട് നസലത്ത് ബിഹിമുർ റഹ്മാ, അല്ലാഹു നല്ല റഹ്മത്ത് ചൊരിച്ചു കൊടുക്കും. ദുനിയാവൊരു സ്വർഗീയ ജീവിതമാകും. വീടൊരു അലങ്കാരം, ഐശ്വര്യമുള്ള വീടാകും. പക്ഷേ പോയി സഹോദരങ്ങളെ, കൊല്ലത്തും ഇങ്ങനെ കുറഞ്ഞു എന്നാ കേട്ടത്. ഞാൻ കേട്ടതാണ്, അന്വേഷിച്ചപ്പോ കിട്ടിയതാണ്. ബാക്കി നിങ്ങൾ വരുത്തിക്കാള്. എനിക്ക് ഈ സദസ്സ് നോക്കിയാലും ചില മുഖങ്ങളൊക്കെ കണ്ട അടുത്ത കാലത്തൊന്നും ഭാര്യയോട് മിണ്ടാത്തവരുണ്ടോ എന്ന് തോന്നിപ്പോക. അടുത്ത കാലത്ത് കല്യാണം കഴിഞ്ഞിട്ട് ആ ദമ്പതികൾ, ആ പെൺകുട്ടിക്ക് ഹംല്, വിശേഷവും ഉണ്ടായിട്ടുണ്ട്. 7 മാസമായത്ര വിശേഷം. ആ പെൺകുട്ടിയോട് പിണങ്ങിയിട്ട് 7 മാസമായത്ര. നിങ്ങൾ ആലോചിച്ചു, ഗർഭമുള്ളൊരു പെൺകുട്ടിയോട് പിണങ്ങി കിടക്കുക. എന്താ ചില കടുപ്പുള്ള പുരുഷന്മാര്. ആളാബിദ, പച്ചയിലെന്താ പറയാ അറിയാ, നല്ല നിസ്കാരക്കാരനാണ്, അകത്തെ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കുന്നൊക്കെ പറയാം. വീട്ടിൽ ചെന്ന് നോക്കണം, നരിമോടൽ. പള്ളിയിലൊക്കെ നല്ല സ്വഭാവം, ഉസ്താദുമാരടികിൽ വന്ന എന്തോ ഒരു നല്ല സ്വഭാവം എന്നറിയാം. ഒരു മീറ്റിങ്ങിനോ മറ്റോ കൂടി നോക്കട്ടെ, എന്താ പറയേണ്ടതില്ല, എന്തൊരു നല്ല പുഞ്ചിരി. ഒരു ഫോട്ടോത്തിന്റെ മുന്നിൽ നമ്മൾ പറയല്ല, ഒരു ഫോട്ടോ എടുക്കുമ്പോ നമ്മളൊന്ന് പുഞ്ചിരിക്കൂലേ, ആ ഒരു പുഞ്ചിരി ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഭാര്യയോട് പുഞ്ചിരിച്ച നസലത്ത് ബിഹിമുർ റഹ്മ. തൊപ്പിക്ക് സഹിക്കാൻ കഴിയില്ല. നസലത്ത് ബിഹിമുർ റഹ്മ എന്തൊരു ഐശ്വര്യം എന്ന് പറയാ മോനെ ഹബീബി, എന്തൊരു ബറക്കത്താ നോക്കി നിങ്ങള്. പക്ഷെ ഇല്ലാന്ന് എത്ര മനുഷ്യന്മാരാ, തണ്ടുള്ള മനുഷ്യന്മാര്.
നിങ്ങളെ ഈ നാട്ടിലില്ലട്ടാ. ഇവിടെ ഇല്ലാത്ത പുരുഷന്മാരെ കുറിച്ച് പറയാ, ഇവിടെ ഉണ്ടാവില്ല. നല്ല പുറത്ത് നല്ല മാന്യൻ, വീട്ടിൽ ചെന്ന ഇവനെക്കാടൊരു ദുസ്വഭാവമുള്ള ഒരു നന്ദി കെട്ട ജീവി ലോകത്ത് വരണ്ടാവില്ല. നിങ്ങൾക്ക് വെറുപ്പാകുമോ ഞാൻ ഈ വയത് പറഞ്ഞാല്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഒന്ന് ആമീൻ പറ. മൈക്ക് ഓഫ് ആക്കണം, മൈക്ക് ഓഫ് ആക്കി പറയണം. മൈക്ക് ഓഫ് ആക്കണേ ഓഫാക്ക. ചിലപ്പോ നിങ്ങള് ഈ മൈക്ക് ഓഫാക്കാതെ അവര് കേട്ടാല് രാത്രി വയത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോ നമ്മളെ ഭാര്യ കേട്ടില്ലേ, കണ്ടില്ലേ, കേട്ടില്ലേ, അപ്പൊ നിങ്ങൾ ആ കള്ള മൊയിലേരുന്ന് അത് ഞാൻ കേൾക്കേണ്ടി വരും. വേണമെങ്കിൽ ഇത് ഓഫാക്കണേ ഓഫാക്ക. എന്തോ ആവട്ടെ, തുറന്നങ്ങ് സംസാരിക്കുക. ഞാനങ്ങ് തുറന്ന് നിങ്ങളിൽ ഒരുവനായി തുറന്നങ്ങ് സംസാരിക്കുക. ചില ആളുകളൊക്കെ പള്ളിയിൽ ചെന്ന നല്ല സ്വഭാവം എന്ന് പറഞ്ഞല്ലോ, വീട്ടിൽ ചെന്ന മറിച്ചും. ചില കുട്ടികള് ഉപ്പാനെ കണ്ട അടുക്കളയിലേക്ക് ഓടാറുണ്ട്. അപ്പൊ ഉമ്മ ചോദിക്കുക, എന്താ മക്കളെ? അവിടെ വാപ്പ വന്നിട്ടുണ്ട്. വയനാട്ടിൽ ആനിറങ്ങിയാല് അതുപോലെ തന്നെ കടുവ, പുലി, നരി, അപ്പൊ പറയും പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയും. സ്വന്തം കുട്ടികള് ഉമ്മാനോട് ചെന്ന് പറയും, ഉമ്മ പൊരിയില് പുലി ഇറങ്ങിയിട്ട് വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്തേ വാപ്പ? പൊന്നാരാചാര്യ ഇതിനൊക്കെ വാപ്പ എന്ന് പറയും. ഭൂമിയിൽ ഏറ്റവും കുളിർമ നമ്മ കാണുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ കുളിർമാർക്കാന്നറിയോ? നമ്മുടെ ഭാര്യ മക്കൾക്കാണ്. വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ ഭാര്യക്ക് നമ്മെ കണ്ടാലുണ്ടാകുന്ന ഒരു സന്തോഷം. നിങ്ങളെ കണ്ട എന്തായാലും നിങ്ങളെ സന്തോഷം. ഈ ചെറുപ്പക്കാരപ്പോ പോട പോലുണ്ട്. ഞാൻ പറയുന്നത് ഒരു സന്തോഷാണോ അതോ സന്താപാണോ ഉണ്ടാകുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ മക്കൾക്ക് നമ്മ കാണുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി എന്താ. ചില തണ്ടുള്ള മനുഷ്യന്മാരറിയങ്ങള് ഭാര്യയോടൊക്കെ പിണങ്ങിയിട്ട്, എൻ്റെ ഓർമ്മയില് ഒരു മനുഷ്യൻ ഭാര്യയോട് പിണങ്ങി എന്നല്ല, അവള് 4-5 ആഴ്ചയോളം അഥവാ ഒരു മാസത്തോളം ആശുപത്രി കടന്നു, പനി പിടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയില്ല. കൊല്ലത്ത് അങ്ങനെ ഉണ്ടോ? ഈ ചെറുപ്പക്കാരൊക്കെ ഒന്ന് പറയാ, നിങ്ങള് തിരിഞ്ഞു നോക്കിയില്ല. അവസാനം അവൾ ആശുപത്രി വിട്ടു. ആശുപത്രി വിട്ടപ്പോ വിളിച്ചു, ഭർത്താവിനല്ലാതെ ആരാ വിളിക്കാനുള്ളത്? ഭർത്താവിനെ വിളിച്ചപ്പോ എന്റെ ആശുപത്രി വിട്ടു, അൽഹംദുലില്ലാഹ് പനിയൊക്കെ സമാധാനമുണ്ട്, ഞാൻ ആശുപത്രിയിൽ നിന്ന് വിട്ട് പുരയിലേക്ക് പോവുകയാണ്. അപ്പൊ ഈ വ്യക്തി, അത് ഞാനെന്താ വേണ്ടത്? ഒരു മാസത്തോളം സുഖമില്ലാതെ ആശുപത്രി കിടന്നിട്ട് പോലും ഒരു ഫോൺ കോൾ വേണ്ട, തിരിച്ചു വിളിക്കുമ്പോഴെങ്കിലും ഒരു സന്തോഷമുള്ള വാക്ക്. അപ്പോഴായിരിക്കും മലബാറിലെ കഥ വേറെ അറിയട്ടോ, ഇവിടത്തെ സ്ഥിതി എനിക്ക് അറിയില്ല. അപ്പോഴായിരിക്കും ഈ മീൻ കച്ചവടക്കാരല്ലേ, ചാള എന്താ പറയാ, ചാള ഇവിടെ മീൻ മത്സ്യത്തിന് ഈ കച്ചവടക്കാർക്ക് എന്താ പറയാ, ചാള കച്ചവടക്കാർ അല്ലേ? മത്സ്യ കച്ചവടക്കാര് വന്നിട്ട്, താത്താ പനിയൊക്കെ എങ്ങനെ ഉണ്ട്? മലപ്പുറം ഭാഷ കേട്ടാ, താത്താ പനിയൊക്കെ. ഈ കുട്ടി എന്താ ഈ കുട്ടിന്റെ ഫോട്ടോ എടുക്ക് തീരുന്നതിൽ എത്ര സമയം എന്നറിയാം കുട്ടി? ആ കുട്ടി ഇപ്പൊ എന്നെ ഇപ്പൊ കാര്യമായിട്ട് എടുക്കണം. ഈ കോലഞ്ഞു മാറും, കുറെ അങ്ങോട്ട് കുറെ ഇങ്ങോട്ടൊക്കെ നോക്കണ്ട ആ കുട്ടി. അതെന്തായാലും ഇപ്പൊ ഈ കോല മതി മോനെ, അതെന്തൊക്കെയോ കാട്ടിക്കൂട്ടണതാ. ഞാൻ പറയുന്നത് ഈ മത്സ്യക്കച്ചവടക്കാരില്ലേ, അവരായിരിക്കും ഈ സഹോദരിയെ കാണുമ്പോ, താത്താ പനിയൊക്കെ എങ്ങനെ ഉണ്ട്, സമാധാനം ഉണ്ടാ? അപ്പൊ നമ്മളെ പെണ്ണ് പടച്ചവനെ, ഈ മീൻ കച്ചവടക്കാരനക്കുള്ള സ്നേഹം പോലും നമ്മുടെ ഹംക്കനല്ല കൊടുത്തിട്ടില്ലല്ല. അല്ല ഞാൻ പറഞ്ഞ ഓവറായതുകൊണ്ട് കാര്യമില്ല. കുറച്ച് നമ്മുടെ സ്വഭാവം, പുരുഷന്മാരുടെ സ്വഭാവം ഒന്ന് ശരിപ്പെടുത്തൽ നല്ലതാണ്. അത് നമ്മൾ മാത്രമാണ് ഈ വാഴ്ന്നു പറയുന്നതെങ്കിൽ, സ്ത്രീകളുടെ വാഴ്ന്നു കേൾക്കാനില്ല, നമ്മൾ മാത്രം ഉള്ളെങ്കിൽ ഒരു 2 മണിക്കൂർ നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് വാഴ്ന്നു പറയണം. ഞാൻ എന്നെ കുറിച്ച് പറയാം, നിങ്ങൾ നിങ്ങളെ കുറിച്ചും പറയാം. എന്ത് കടുപ്പാണ് ചില മനുഷ്യന്മാരൊക്കെ. അത് കുട്ടികളോടാവട്ടെ ഭാര്യയോടാവട്ടെ. മുസ്ലിമീങ്ങളെ, ഭാര്യമാരെന്ന് പറയുന്നത് അല്ലാഹു നമുക്ക് നൽകിയ സന്തോഷത്തിന്റെ കേന്ദ്രമാണ്, ഐശ്വര്യത്തിന്റെ കേന്ദ്രമാണ്, ബറക്കത്തിന്റെ കേന്ദ്രമാണ്. എത്ര വലിയ നിഅമത്തുണ്ട് എങ്കിലും ഒരു സന്തോഷമില്ലാത്ത ഭാര്യയാണോ, അതൊരു അദാബ് പിടിച്ച ജീവിതമാണ്. നേരെ മറിച്ച് ഭാര്യയോട് എത്ര കണ്ട് സന്തോഷം
സന്തോഷത്തോടെ ജീവിക്കുന്ന മനുഷ്യനുണ്ടോ? നസലത്ത് ബിഹിമുർ റഹ്മ. പണ്ട് ലോകം വിവരിക്കുന്നുവെങ്കിൽ ഭാര്യമാരോട് കടുപ്പം കാണിക്കുന്ന, ഭാര്യമാരുടെ വീട്ടുകാരോട് കടുപ്പം കാണിക്കുന്ന, നഊദു ബില്ലാഹ്, എത്ര വലിയ മനുഷ്യരുണ്ട്. അവർ നിസ്കാരക്കാരാണ്. അല്ലയോ മനുഷ്യ, ഒരു പെണ്ണുങ്ങാരും ഒരു മിനിറ്റ് കണ്ണീരൊടുക്കേണ്ടി വന്നാൽ ശിക്ഷയുണ്ടെന്നാണ് ഉസ്താദുമാർ വേദിയിലും സദസ്സിലുമുണ്ട്. അസ്സൗജു അസ്സൗജു മുഅദ്ദബുൽ മിൻ ബുകാഇസ് സൗജ. അസ്സൗജു മുഅദ്ദബുൽ, ഒരു ഭർത്താവിന് വല്ലാത്ത ശിക്ഷയുണ്ട്. ആ മനുഷ്യന്റെ പെണ്ണുങ്ങാരും കണ്ണീരൊടുക്കേണ്ടി വന്നാൽ അവൻ കാരണമായി കണ്ണീരൊടുക്കിയിട്ട് അവരോട് പൊരുത്തപ്പെടിക്കുന്ന, ആ പെണ്ണിനോട് പൊരുത്തപ്പെടിക്കുന്ന അവസ്ഥയില്ല എങ്കിൽ ശിക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. അസ്സൗജു മുഅദ്ദബുൻ മിൻ ബുകാഇ സൗജതിഹി അലൈഹാ, മിൻ ബുകാഇ സൗജതിഹാ, മിൻ ബുകാഇ സൗജതിഹി അലൈഹി. മഹാന്മാർ വിവരിക്കുകയാണ്, ശിക്ഷയുണ്ടെന്ന് ദീൻ പഠിപ്പിച്ചത്. നമ്മുടെ ഭാര്യ കണ്ണീരൊടുക്കിയാൽ ആ പെണ്ണിനോട് ഷാജിക്കാത് കടുപ്പേറ്റാണ്ട, ഷാജിക്ക കടുപ്പേറ്റേണ്ടത്, നിങ്ങൾ പെണ്ണിനെ തല്ലാറേറ്റണ്ട, ആ താത്തനെ തല്ലാറേറ്റണ്ട, ചെയ്യരുത്. തങ്ങള് കടുപ്പം കാണിക്കണം. ഞാൻ പറയുന്നത് ഭാര്യമാരെ ഞാൻ തുറന്നു പറയാ, സന്തോഷം ബറക്കത്തും വേണോ? വീട്ടിൽ ഭാര്യയോട് നല്ല സ്വഭാവമായിരിക്കും. ഭാര്യ മക്കളോട് എന്താ കടുപ്പേറ്റായ, കടുപ്പായിട്ടൊന്നും കാര്യം, ഉസ്താദ് ദ്വാരക്കണം, തങ്ങൾ പാപ്പ ദ്വാരക്കണം, അവിടെ പ്രശ്നം ഇവിടെ നോക്കി. ഈ രണ്ടെണ്ണത്തിന്റെ ഒരു കഥ, പെണ്ണും കെട്ടിയിട്ടില്ല ഈറ്റങ്ങള്. മക്കളെ, നിങ്ങൾക്ക് എത്രണ്ണപ്പ വേണ്ടത്, എത്രണ്ണ താല്പര്യമുള്ളത്? ഒന്നും മിണ്ടണില്ല ഈറ്റങ്ങള്. അപ്പോ സന്തോഷം സമാധാനം വേണോ? വീട്ടിൽ നല്ല പുഞ്ചിരി റാഹത്തുള്ളായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ആമീൻ പറഞ്ഞാളി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാന് ഗൂഡല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഗൂഡല്ലൂരിൽ നിന്ന് ഇനിയിപ്പോ തിരിച്ച് ഇവിടുന്ന് 10:30 മണിക്ക് പോകും. അവിടെ എത്തുമ്പോ, ദർസിലെത്തുമ്പോ ഒരു 10 മണിയിലേറെ ആവും ചെയ്യും. അത്ര ഓടാനുണ്ട്. ഗൂഡല്ലൂരല്ലേ, അത്യാവശ്യം ജില്ല കടന്ന് മുറിച്ചു പോകണം. പടച്ചവനെ, എന്തെങ്കിലും ഉപകാരം, ഏതെങ്കിലും മനുഷ്യൻ, ഏതെങ്കിലും എൻ്റെ ഒരു അനുജൻ ഈ സദസ്സിൽ നിന്ന് വാഴ് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നീ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പൊരുത്തപ്പെണ്ണം കെട്ടാന്ന് പറഞ്ഞാൽ എൻ്റെ ഖബറിൽ അള്ളൊരു വെളിച്ചം തരും. ഞാൻ അതാണ് ഇപ്പൊ ലക്ഷ്യം വെക്കുന്നത്. അത്രയും ഓടിയിട്ടാണ് വരുന്നത്. എൻ്റെ ഖബറിൽ വെളിച്ചം തരും. അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. ഭാര്യമാരെ നമ്മൾ ആരും വിഷമിപ്പിക്കരുത്, ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരോട് പിണങ്ങരുത്, ഒരു പെണ്ണിനോട് തെറ്റി നടക്കരുത്, ഭാര്യമാരെ നമ്മൾ അടിക്കരുത്. മുമ്പൊക്കെ ഞാൻ നല്ല വാഴ് പറഞ്ഞിരുന്ന ആളാ. 5 ഘട്ടങ്ങളില് ഭാര്യമാരെ അടിക്കാൻ കഴിഞ്ഞ കിട്ടുന്ന കൂലി എത്രയാണത്? ഇലായോമിൽ ഖിയാമ ആ വാഴൊക്കെ നിർത്തിവെച്ചു. ആ വാഴിഞ്ഞ് പറയില്ല, ഭാര്യമാരെ 5 ഘട്ടങ്ങളിൽ ഭാര്യമാരടിക്കാൻ കഴിഞ്ഞ വലിയ ബറക്കത്താ. 5 ഘട്ടങ്ങളിൽ ഭാര്യമാരടിക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ 2 ആമീൻ, നിങ്ങളിപ്പോ എന്തിനാ ആമീൻ പറഞ്ഞത്? തല്ലാന അല്ല, ഇവറ്റങ്ങളിപ്പോ എന്തിനാ ആമീൻ പറഞ്ഞത്? ഈ 2 ആമീൻ പറഞ്ഞു, 2 ആമീൻ പറഞ്ഞു. ആമീൻ അവരെ തല്ലാന. 5 ഘട്ടങ്ങളിൽ ഭാര്യമാരടിക്കാൻ കഴിഞ്ഞ വലിയ പ്രതിഫല എന്ന് ഞാൻ വാഴ് പറഞ്ഞു. അങ്ങനെ ഒരിക്കത് വാഴ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ദർസിലെത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങളെ വാഴ് കേട്ടിട്ട് എൻ്റെ ഉമ്മാനെ ഉപ്പ കൊല്ലാനാക്കിയിട്ടുണ്ട്. ഞാൻ അന്നാ വാഴ് നിർത്തിയതാ. ഇനി ഈ ബുദ്ധി ഉണ്ടെങ്കിൽ ആ വാഴ് പറയില്ല. ഭാര്യ അടിച്ചാ കിട്ടുന്ന ഇവിടെ കൊല്ലഞ്ചില് 1-ന് 10 എന്നുള്ള ശൈലി വന്നിട്ടുണ്ട്. ന്യൂസ് കേൾക്കണം, അങ്ങോട്ടൊന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 10 പറയും എന്നാണ് ഒരാൾ എന്നോട് പ്രതികരിച്ചത്. ഒരു വോയിസ് എനിക്ക് വാട്സപ്പിൽ ഒരുത്തം വോയിസ് ഇട്ടിട്ടുണ്ട്. ഉസ്താദേ, നിങ്ങൾ ഭാര്യന്റെ മാത്രം പറയരുതിട്ടാ എന്നോട്. ഞാൻ പിന്നെ എന്താ ഇപ്പൊ പറയേണ്ടത്? അപ്പൊ അവന് സഹിക്കാൻ വയ്യ. ആ കുട്ടി എന്നോട് പറയുന്നത്, ഭർത്താവിന്റെ മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടാ, അത് വേണ്ടതാണ്, അത് ആവശ്യമുള്ളതാണ്. ഞാൻ പറയുന്നതേ, ഇവിടെ ഇപ്പൊ അടി ഇങ്ങോട്ടാ വന്നിട്ട് എങ്ങനെ പടി? അല്ല, നിങ്ങൾക്ക് ഇങ്ങോട്ടാ കിട്ടല, അത് അങ്ങോട്ടാ? ഒന്നും മൂളി നീ 2 തൊപ്പി മുണ്ടണില്ലല്ല.
ഭാര്യ നിങ്ങളെ അടിക്കരുത്, നിങ്ങൾ ഭാര്യനെ അടിക്കരുത്. ഇവറ്റ മുണ്ടില്ലല്ലോ. ഇതെന്താ ഇവിടുത്തെ ഹാല്? ഞാൻ മാട്ടൂര് കണ്ണൂർ ഭാഗത്തൊരു വാതിന് കുറെ മുമ്പാ ഞാൻ ഒരിക്കൽ ചെന്നപ്പോ ഞാൻ അവിടെ ചോദിച്ചു, ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരടിക്കല്, പുരുഷന്മാര് സ്ത്രീകൾ അടിക്കല് വെച്ചു. അപ്പോ ഒരു പ്രായം ചെന്ന ആള് ഉസ്താദേ ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്, ഇങ്ങോട്ടാ കൂടുതൽ കിട്ടല്. അപ്പൊ സംഭവം തമാശ രൂപത്തിലാണെങ്കിലും ഇപ്പൊ പെണ്ണുങ്ങള് സ്ത്രീകളെ വരച്ച വരയിൽ ഇങ്ങനെ നിർത്തുന്ന 1-10 കേട്ടിട്ടില്ലേ? അത് ഞാൻ ഇപ്പൊ പറയാം, ഒരു 10ന്റെ അവരുമാണെന്ന് പറയാ. വരച്ച വരയില് ഭർത്താക്കന്മാരെ നിർത്തി പൊരിക്കുന്ന, ഒരു സ്ഥാനവും ഒരു മഹത്വവും ഒരു നിലയും വിലയും കൊടുക്കാത്ത കുറെ പെൺകുട്ടികൾ, അവരെ ആഴത്തിലൊന്ന് പറയേണ്ടതുണ്ട്. അത് ഞാനൊന്ന് പറയും. ഞാനിപ്പോ പറയുന്നത് എന്താ, ചില പെൺകുട്ടികളൊക്കെ ഭർത്താക്കന്മാർ എന്റെ വഅദ് കേൾക്കുന്ന പെങ്ങളെ എടുക്കുന്ന 2 മിനിറ്റ് പറയുന്നു. ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്, നബിയേ ഒരു പെണ്ണിന് ഏറ്റവും വലുത് ആരാണ്, ഏറ്റവും വലിയ കടപ്പെട്ടവരാരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഖാല സൗജുഹാ. അത് കൊല്ലം ജില്ലയിലെ പെണ്ണാവട്ടെ, മലബാറിലെ പെണ്ണാവട്ടെ, ഓളെ ഫാത്തിമ നബി തങ്ങളോട് പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ടം, ഫാത്തിമത്തു ബിദ്അത്തും മിന്നീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്, ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെ നേതാവ് എന്റെ ഫാത്തിമയാണ്, എന്റെ കരളായ ഫാത്തിമയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ ഉമ്മ പറയാറുണ്ട്, ഖദീജ റളിയല്ലാഹു അൻഹ പറയും, ഞാൻ നബി തങ്ങളുടെ ചാരത്തിരിക്കുമ്പോൾ, റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കുമ്പോൾ നബി തങ്ങൾ വേറെ വല്ല ചിന്തയിലോ വേറെ വല്ല ചർച്ചയിലോ ആണ് എങ്കിൽ ഞാൻ മെല്ലെ ചവിട്ടിൽ ചെന്ന്, നബിയേ ഫാത്തിമാന്റെ ഉമ്മ, ഫാത്തിമയുടെ ഉമ്മ വന്നിട്ടുണ്ട്, ഫാത്തിമയുടെ ഉമ്മ ഇവിടെയുണ്ട്, ഇത് നബി തങ്ങളങ്ങ് കേട്ടാൽ റസൂലുള്ളാഹി എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും, സന്തോഷത്തിന്റെ കണ്ണുനീര് കാണാറുണ്ട്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് അങ്ങനെയാണ്. എന്റെ വഅദ് കേൾക്കുന്ന പെങ്ങളെ, ആ ഫാത്തിമയുടെ കല്യാണ ദിവസത്തിന്റെ തൊട്ട് മുമ്പാട് നബി തങ്ങൾ പറയുന്നത്, മോളെ ഫാത്തിമ, നാളെ മുതൽ നിങ്ങളുടെ വിജയം കിടക്കുന്നത്, നാളെ മുതൽ നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത് ഭർത്താവിന്റെ കാലിൽ, അലിയാർ തങ്ങളുടെ കാലിൻ ചുവട്ടിലാണ്. വാട്സപ്പ് കാലമാണ്, ആർക്കും എന്തും എഴുതാം, ആർക്കും എന്തും പറയാം. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, മരിച്ചാലേ തിരിയൂ. ഞാൻ എന്റെ ഈമാനുള്ള പെൺകുട്ടികളോട് പറയുന്ന പെങ്ങളെ, ഭർത്താവ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാമാണ്. ഭർത്താവിന്റെ ശരീരത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തലം കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക. ഓ പെൺകുട്ടികളെ, കല്യാണം കഴിഞ്ഞു പോയ പെങ്ങളോട് പറയട്ടെ, ഒരു ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിന്തലം കുടിച്ച് കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് സങ്കല്പിക്കുക മോളെ. എന്നാലും ഒരു ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് ഞാൻ ഒരു അംശം, ഒരു ഭാഗം, ഒരു നിമിഷം ഒരു ഭർത്തു ചെയ്തു കൊടുത്തു എന്ന് പറയാൻ ഒരൊറ്റ പെണ്ണിക്ക് സാധ്യമല്ല. അത്രയും വലിയ കടപ്പെട്ടവരാണ് ഭർത്താക്കന്മാരെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഭർത്താവിന്റെ മനസ്സിലൊരു വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ലാ യഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ, അല്ലാഹു ഐ ഫർളൻ വലാ സുന്ന, ഒരു ഫർളും അല്ലാഹു സ്വീകരിക്കില്ല, ഒരു സുന്നത്തും അല്ലാഹു സ്വീകരിക്കില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, എത്ര വലിയ തറവാട്ടുകാരിയാണെങ്കിലും, എത്ര വലിയ പണ്ടത്തെ തറവാട്ടിൽ ജനിച്ചവളാണ് എങ്കിലും ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, എന്റെ പെങ്ങളെ, നിങ്ങൾക്ക് ഏറ്റവും വലുത് അത് കൊല്ലം ജില്ലയിലെ
സഹോദരിമാർ നെഞ്ചത്ത് കൈവച്ച് ഹൃദയത്തിൽ കൊത്തിവെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഏറ്റവും വലുത് അത് ഭർത്താക്കന്മാരാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണിന് ഏറ്റവും വലുത് ഭർത്താവാണ്. സാധാരണ മനുഷ്യർക്ക് ഏറ്റവും വലുത് ഉമ്മയും ബാപ്പയുമാണെന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലുത് ഭർത്താക്കന്മാരാണ്. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, ഭർത്താക്കന്മാരെ നിന്ദിക്കുന്ന ഒരു പദം പ്രയോഗിക്കുന്നുവെങ്കിൽ, ലാ യഖ്ബലുല്ലാഹു മിൻഹാ സർഫൻ വലാ അദ്ലാ, അല്ലാഹു ആ പെണ്ണിന്റെ ഒരു അമലും സ്വീകരിക്കുകയില്ല. ചൊല്ലടേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലമൊക്കെ മാറി. ഒരു കാലത്ത് ഉമ്മയും ഉപ്പയും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കല്യാണം വേണം, എന്റെ മോൾക്കൊരു പുതിയാപ്പള വേണം എന്ന് പറയുമ്പോ, കോവിഡ് കാലത്തിന് ശേഷം ഇപ്പൊ 2 കൊല്ലത്തിന് ഇപ്പുറം ഇങ്ങോട്ട് പെൺകുട്ടികൾ തെരഞ്ഞെടുക്കും. ഉമ്മ പറഞ്ഞാൽ പോരാ, വാപ്പ പറഞ്ഞാലും പറ്റില്ല, അവൾ തെരഞ്ഞെടുക്കുന്നു, അവൾ പറയുന്നു. അത് ശറഇന്റെ നിയമം വേറെയുണ്ട്. ഞാൻ അതല്ല പറയുന്നത്. പെണ്ണ് പിന്നെ വേറൊന്നും, അല്ലെങ്കിൽ തുറന്നു പറയാൻ എനിക്ക് പുതിയാപ്പള വേണ്ട, ആ ചെക്കൻ വേണ്ട, അല്ലെങ്കിൽ അവൻ വേണ്ട എന്ന് പച്ചയിൽ ഉമ്മയോട് പറയാ. എല്ലാം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ടും പറയുന്നവരുണ്ട്. ഇതൊരു ഭാഗത്ത്. അതിലേറെ വിഷമകരമായ രംഗം, ഒരു ഭർത്താവ് ആരാണെന്ന് തിരിയാതെ പോകുന്ന ഭാര്യമാർ. ഭർത്താവാണ് മാതാപിതാക്കളെക്കാളും ഒരു പെണ്ണിന് അഹത്ത് എന്ന് ദീൻ പഠിപ്പിക്കുന്നുവെങ്കിൽ ഒരു പ്രശ്നേ ഇല്ല. തെറ്റിപ്പോകാനൊരു പ്രശ്നമില്ല. പിണങ്ങാനും അത് ജോലിയുള്ളവണ്ണാണോ പറയേണ്ടതില്ല. ഒരു ചെറിയ ജോലി കിട്ടിയാൽ മതി. പിന്നെ ഭർത്താക്കന്മാരെ ഒരു നിലയും വരെയുമില്ലാതെ കാട്ടിക്കൂട്ടുന്ന ഒരുപടി സ്ത്രീകളുണ്ട്. അല്ലാഹു നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ സിദ്ദീഖ് ഉസ്താദിന്റെ ഈ പരിസരത്തോടെ വാതിന് വന്നിരുന്നു. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു ഒരു സംഭവം. അത് വാഖിഅത്താണ്, കേട്ടുകേൾവിയല്ല, നടന്നൊരു സംഭവമാണ്. ഞാൻ എന്നെ വാതിനിട്ടടിച്ചിട്ട് പോയി നോക്കുമ്പോ ക്ഷണിച്ച ആളെ കാണുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ക്ഷണിച്ചത് ഫദ്ലുൽ ഉസ്താദായിരുന്നു. ഞാൻ വന്നേക്കെ കണ്ടു, സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ എന്നോട് പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് വാതിന് പോയിട്ട് ക്ഷണിച്ച ആളെ കണ്ടില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇവിടെ ചോദിക്കൂലേന്ന്. ഞാൻ അവിടെ ചെന്നു, വാതിന് ക്ഷണിച്ച ആളെ കാണുന്നില്ല. അപ്പൊ ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാരോട് ഞാൻ ചോദിച്ചു, എവിടെ ഫുലാൻ ബിൻ ഫുലാൻ, നമുക്ക് നമ്മളെ ക്ഷണിച്ച ആളോട് ചോദിച്ചു. അപ്പൊ വീട്ടുകാരോട് പറയാം, ഉസ്താദെ അയാളെ മൂക്ക് പൊട്ടിയിട്ട് ആശുപത്രി കിടക്കുകയാണ്. മൂക്ക് പൊട്ടിയിട്ട്, മലപ്പുറം ഭാഷയായിട്ടാ. ഞാൻ ചോദിച്ചു മൂക്ക് എങ്ങനെ പൊട്ടിയത് ചോദിച്ചു. അയാളെ പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് ഉസ്താദെ. മലപ്പുറത്തെ ശൈലി, പെണ്ണുങ്ങൾ അടിച്ചിട്ട് പൊട്ടിയതാണ് ഉസ്താദെ. അപ്പോ ഞാൻ 2 ചോട്ടക്കുട്ടി, ഇതാ ഇരിക്കുന്ന മക്കൾ, ഇതാ ചോട്ടകള്, ഈ പ്രായത്തിൽ 2 കുട്ടികളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ നിങ്ങൾ പോയിട്ട് ആ താത്താനോട് ചോദിക്കോ എന്തിനാ ഞങ്ങളെ മാപ്പണ്ണ തല്ലിയത്. കുട്ടികളല്ലേ, അവർക്ക് ആകാശം ഭൂമി വേറൊന്നുമില്ല. അവരോടി, താത്താ, ഞാനത് കേൾക്കുക, ഈ കുട്ടികൾ വിളിക്കുന്നത് താത്താ, ആ വഅലിന് വന്ന ഉസ്താദ് പറഞ്ഞയച്ചതാണ്, മാപ്പണ്ണ എന്തിനാ തല്ലിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ താത്ത പറഞ്ഞ എന്തറിയോ, മക്കളെ കൂർക്കം വലി കുറച്ച് ഓവറാ, സഹി കെട്ടപ്പൊന്ന് കൊടുത്തു. കൂർക്കമ്പലി തിരിഞ്ഞോ തൊപ്പി? കൂർക്കമ്പലി മനസ്സിലായ? കൂർക്കമ്പലി കുറച്ച് ഓവറാ, സഹി കെട്ടപ്പൊന്ന് കൊടുത്തു. കല്യാണം കഴിച്ചവരൊക്കെ ഒരായത്തിൽ കുറിച്ചെങ്കിലും ഓതി കിടന്നോളിട്ടാ. ഈ ജാതികളൊക്കെ നമ്പിട്ട് ഉറങ്ങാൻ പറ്റുമോ? എപ്പോഴാ കിട്ടുക, എവിടത്തേക്കാ കിട്ടുക? ഈ 10 മണിച്ച ചട്ടകല്ലേന്ന്, ആ ചട്ടകെടുത്ത് കൊടുത്തു. ഞാൻ വാഴ് കഴിഞ്ഞിട്ട് എന്റെ SSFന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു, മക്കളെ എനിക്ക് അയാളെന്ന് കാണണം. ആളിവിടെ തൊട്ടടുത്ത ചെറിയൊരു ഹോസ്പിറ്റലാണ്, ആശുപത്രിയിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ അയാളെ എനിക്ക് കാണണം. അയാൾ കുറെ വിളിച്ചതാ, ഒരു ദീനിന്റെ ദാഇയാണല്ല, ഒരു ദീനിന്റെ പ്രവർത്തകനാണല്ല, എനിക്കാണെന്ന് കാണണം. അപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ ആശുപത്രി ഇവിടെ അടുത്താണ്, പോയി കാണാം, വിഷയമൊന്നുമില്ല. അങ്ങനെ വാഴ് കഴിഞ്ഞിട്ട് പോയി കാണാൻ വേണ്ടി പോയി. ആ മനുഷ്യന്റെ മൂക്കൊക്കെ ഒരു ബൈക്കയക്കണം, മൂക്കൊക്കെ ഒരു ബൈക്കായിട്ടുണ്ട്. അപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, മൂക്കൊക്കെ ഒരു ബൈക്കായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചേ, ഞാൻ ഇയാളോട് പറഞ്ഞ കേട്ടാ, ഞാൻ ഉസ്താദ്മാരൊക്കെ എത്തി പറയാ, ഞാനിവിടെ പറഞ്ഞു, പാവാണ് കേട്ടാ, നിങ്ങളെ മക്കളെ ഉമ്മല്ല അത്, അതങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പൊ ഈ സാധുവിനോട് പറയാം, ഉസ്താദെ എനിക്ക് അവളോടൊന്നുമില്ല,
അവളെന്നെ എന്നെ നോക്കണ അതാ ഇവിടെ ഉണ്ട്. അപ്പൊ വാതിന്റെ അപ്പുറത്തെ സാധനം ഉണ്ട് നോക്കി. നിങ്ങൾ അമ്മ ആ രൂപത്തിൽ അടിച്ചിട്ടേ ഇവിടെ അടി കിട്ടി. നിങ്ങൾക്ക് കിട്ടിക്കണം രണ്ടാക്കും കിട്ടിയിട്ടുണ്ട. ഇവര് മുണ്ടനിലല്ല ഈ ജാതിയൊക്കെ എന്താ കിട്ടിക്കണെന്ന് തോന്നിട്ട ഞാൻ പറയുന്നതേ. നോക്കൂ നിങ്ങൾ, നഊദു ബില്ലാഹ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞപ്പോൾ ഉണർത്തുന്നു മാത്രം. ഭാര്യമാരെ അടിക്കുന്ന പുരുഷന്മാരുണ്ട്, ഭർത്താക്കന്മാരെ അടിക്കുന്ന ഭാര്യമാരും അത് വളരെ ദുർലഭമാണ്. പക്ഷേ ഒന്ന് ഞാൻ പറയട്ടെ, എന്തൊക്കെ തമാശ പറഞ്ഞാലും ദീനിന്റെ പടയാളികളെ, ആഖിർ സമാനാണ്. സന്തോഷം വേടോ, ജീവിതത്തിൽ ബറക്കത്ത് വേടോ, കുന്നുകൂടുന്ന രോഗങ്ങളിൽ നിന്ന് രക്ഷ വേടോ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകടോ. നമ്മുടെ മക്കളുടെ ഉമ്മയോട് വല്ലാത്ത സ്നേഹം കാണിക്കണം. മക്കളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യയോട് അതൊരു നല്ല ജീവിതം കാണിക്കണം. ഭാര്യമാരെ അടിക്കരുത്, ഭാര്യമാരെ വിഷമിപ്പിക്കരുത്, ഭാര്യമാരെ ബുദ്ധിമുട്ടിക്കരുത്. ഭാര്യമാരെ വിഷമിപ്പിക്കുന്നുണ്ടോ 10 വിരലുകൾ കടിക്കേണ്ടി വരും. എവിടെ ചെന്നാലും പ്രശ്നം. ഗൾഫിലോടെയെങ്കിലും നാട്ടിലോടെയെങ്കിലും എവിടെ കച്ചവടം ചെയ്യുന്നുവെങ്കിലും അല്ലാഹു ബറക്കത്ത് നൽകില്ല. ഹമ്മൻ ലാ യൻഖതിഉ അൻഹു അബദാ. ഭാര്യമാരോട് പിണങ്ങിയിട്ടും തെറ്റിയിട്ടും അടിച്ചിട്ടും ചീത്ത പറഞ്ഞും സ്നേഹം കൊടുക്കാതെ ജീവിക്കുന്നവന് മുറിഞ്ഞു പോകാത്ത പ്രശ്നങ്ങളായിരിക്കും. പിന്നെ ഉസ്താദെ ദ്വാരക്കണം, തങ്ങൾ പാപ്പ ദ്വാരക്കുന്നുണ്ടൊന്നും കാര്യമില്ല തൊപ്പി, അതൊക്കെ വിഷയ. ആദ്യം പോയിട്ട് കരളയെന്നൊക്കെ ഒന്ന് വിളിക്കാൻ കഴിഞ്ഞാണ്ടല്ല നമ്മളെ ഭാര്യയെ. ഷാജിക്കാക്കൊക്കെ ഇപ്പൊ തോന്നും അതൊക്കെ ആ നല്ല കാലം. എന്താ ഷാജിക്ക, നിങ്ങളെ കാലത്ത് നിങ്ങൾ ചെറുപ്പക്കാരനാണ്. ഇവർക്കൊക്കെ തോന്നുന്നുണ്ടാകുകയെ നമ്മളെ പ്രായം ചെന്ന ആജിമാരുണ്ടാവും. പ്രായപരിധി ഒന്നും ഇല്ലട്ടോ വിഷയത്തില്. അതിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഒരു 75-78 വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യന്, അയാള് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു 65 വയസ്സ് കഴിഞ്ഞവരുണ്ടാ, ഒരു 70 കഴിഞ്ഞവര്, നിങ്ങൾ ഇന്ന് വാല് കഴിഞ്ഞിട്ട് ആ ഇക്കൊക്കെ ഉണ്ട്, തൊപ്പിച്ച ഇക്കൊക്കെ അള്ളാഹ് ആഫിയത്ത് കൊടുക്കട്ടെ, ഇക്ക അള്ളാഹ് നിങ്ങൾക്ക് ബറക്കത്ത് നൽകട്ടെ. നിങ്ങൾ തുടക്കം മുതലൂടെ ഉണ്ട്. അതുകൊണ്ട് ആ സന്തോഷത്തോടെ ദുആ ചെയ്യുന്നത്. നിങ്ങൾ ബാല് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ജീവിച്ചിരിപ്പില്ലേ, അള്ളാഹുയുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കട്ടെ. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. അള്ളാഹു അവരെയും ഭാര്യയും സ്വർഗത്തിൽ ഒരുമിപ്പിക്കട്ടെ. ഒരു 65-70 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യൻ ഇന്ന് ബാല് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഭാര്യയെ കാണുമ്പോ പുതിയണ്ണേന്ന് വിളിച്ചു വെക്കാൻ, ഇതെന്റെ പുതിയണ്ണാണ്. അപ്പൊ ഭാര്യ അതെന്റെ പുതിയാപ്പിളാണ്. ഈ പുതിയാപ്പിളെ പേരക്കുട്ടികൾ അവരെന്ത് സന്തോഷേക്കാണ്. ഇത് വീട്ടിൽ ചെന്നാല് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികളോടും മുണ്ടൂല, ഭാര്യയോടും മുണ്ടൂല. എന്ത് ജീവിതാണ് അല്ല, ഇതൊക്കെ മൂടിച്ചിട്ട് കാര്യമുണ്ടോ? വീട്ടിൽ ചെന്നാ സന്തോഷം ചെറിയും കളിയൊക്കെ എന്തൊരു ഐശ്വര്യമാണ് സഹോദരങ്ങളെ. എത്ര ആളുകളാ മിണ്ടുമ്പോഴേക്കും പിണങ്ങുന്നതും അടിക്കുന്നതും തെറ്റുന്നതും. ഭാര്യ വീട്ടിൽ പോവില്ല. ഒരുത്ത അഭിമാനത്തോടെ പറയാ, ഞാൻ 2 കൊല്ലം കഴിഞ്ഞ് ഭാര്യ വീട്ടിൽ പോയിട്ട്. അഭിമാനല്ലടോ, അഭിമാനല്ലടോ അത്. ഭാര്യ വീട് നമ്മുടെ വീടല്ലേ, അമ്മോഷൻ നമ്മുടെ വാപ്പല്ലേ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഭാര്യയുടെ ഉപ്പ നമ്മുടെ വാപ്പല്ലേ, ഭാര്യയുടെ ഉമ്മ നമ്മുടെ ഉമ്മല്ലേ. എന്റെ ഭാര്യയുടെ ഉമ്മ അതെന്റെ ഉമ്മയാണ്. ഇലാ യൗമിൽ ഖിയാമ എന്നല്ല, ഇവിടെയും ആഖിറത്തിലൊക്കെ ഉമ്മയാണ്. ഒരു ഭാര്യ 3 തലാഖ് ചൊല്ലി വിട്ടൊരുത്തൻ, എന്നാൽ ആ പെണ്ണിന്റെ ഉമ്മ അത് ഇവിടെയും ആഖിറത്തിൽ ഉസ്താമോട് ചോദിക്കാതെ ഉമ്മയാണ്. ആ ബന്ധം മുറിയൂല. അമ്മോഷൻ, ഇവിടെ അമ്മോഷൻ എന്ന് പറയൂലേ, അമ്മോഷൻ എന്ന് പറഞ്ഞ നമ്മുടെ വാപ്പയാണെന്ന്. എന്താ കുറെ നിസ്കാരവും എല്ലാം റെഡി, പക്ഷേ അമ്മായിമ്മയോട് മിണ്ടൂല, അമ്മോഷനോട് മിണ്ടൂല. എന്റെ ഓർമ്മയിൽ കൃത്യമായി നല്ല ആബിദാണെന്നൊക്കെ പറയുന്ന ഒരുത്തനെ, അവന് അവന്റെ അമ്മോഷനോട് പണങ്ങിയിട്ട് കൊല്ലങ്ങളായി. അമ്മോഷനോട് പണങ്ങാന്നൊക്കെ പറഞ്ഞത് കളിയാ. അള്ളാഹു പൊരിക്കൂലിട്ടിട്ട് അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. നിങ്ങൾ ആമീനൊന്നും പൊന്തിനില്ല. ഇനിയിപ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടി വരും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ട്രെയിനിൽ പോകാൻ നിങ്ങൾ വരാൻ വൈകിയതാണ്. ഞാൻ ഇവിടെ നേരത്തെ, ഞാൻ 3:30 മണിക്ക് എത്തിയ ആളാണ്. പക്ഷെ നിങ്ങളിന്ന് എത്തിക്കിട്ടണ്ടേ. എനിക്കിപ്പോ ഒരു സങ്കടം. 2 മണിക്കൂറെങ്കിലും ഒന്ന് റാഹത്തിൽ ബാധ പറയാല്. നിങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാ വന്നത്. ഞാനിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ ആയിരുന്നു. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഒന്ന് മാറ്റായിരുന്നു. നമുക്കറിയില്ലല്ലോ. ഞാൻ ചോദിച്ചു, അത് മൗരിന്റെ ശേഷം ബാധ പറഞ്ഞ
10 മണിയോടെ എല്ലാം ഫിനിഷ് ഒക്കെ പറ. പക്ഷെ നമ്മളിപ്പോ ഇനി എന്താ ചെയ്യാ? അപ്പോ ഇരിക്കട്ടെ, ഞാനൊരു 5-10 മിനിറ്റും കൂടെ പറയാം. ഒരു ചെറുപ്പക്കാരൻ ഭാര്യയുടെ ഉപ്പ എന്ന് പറഞ്ഞ അമ്മോഷനോടെ 6 മാസത്തോളം അതിലേറെ ക്യാൻസർ പിടിച്ച് എല്ലായി കിടന്നിട്ട് ഒരു പ്രാവശ്യം, എനിക്ക് പരിചയമുള്ള കുട്ടിയാ, അവനെനിക്കറിയാം, അവന്റെ അമ്മോശ എനിക്കറിയാം. അമ്മോശം എന്നൊക്കെ പറഞ്ഞ നല്ലൊരു മനുഷ്യൻ. 6 മാസം ആശുപത്രി പോയി നോക്കിയില്ലാന്ന്. മരുവന് ഇവിടെ മരുവനെന്നല്ല പറയാ, നിങ്ങൾ മുണ്ടില്ലല്ലോ ആരും. ആശുപത്രി പോയി നോക്കിയില്ലാന്ന്. നിങ്ങൾ ആ രംഗാലോചിച്ച് നോക്കണം. അവസാന ആള് മരിച്ചു, ഭാര്യയുടെ വാപ്പ മരിച്ചു. ഒരു ഓട്ടോ വിളിച്ചു പോകാനുള്ള വഴിദൂരല്ല, ഒരു ഓട്ടോ വിളിച്ചു പോകാനുള്ള വഴിദൂരല്ല. മഗ്‌രിബിന് ശേഷം മരിക്കുന്നത്. ഇശാ കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ വന്നപ്പോ ഈ പെൺകുട്ടി അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. ഈ പെണ്ണിന്റെ വാപ്പയാണ് മരിച്ചിടക്കുന്നത്. രാവിലെ 10 മണിക്ക് മയ്യത്തെടുക്കുമെന്ന വാർത്ത ഇവിടങ്ങൾ വിളിച്ചു പറയാറുണ്ട്. നമ്മളെ മലബാറിലൊക്കെ വിളിച്ചു പറയാം, മൈക്കിലൂടെ വിളിച്ചു പറയാം. അങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. രാത്രി അയൽപ്പക്കാരനോട് പറയാ, ഉസ്താദേ, ഈ ചെറുപ്പക്കാരൻ പോയി കിടന്നുറങ്ങി. ഈ പെൺകുട്ടി സുബ്ഹി ബാങ്ക് വിളിക്കുന്നത് വരെ സ്വന്തം ഉപ്പ അപ്പുറത്ത് മരിച്ചു കിടക്കുകയാണ്. പക്ഷേ അനുവാദം കിട്ടിയിട്ടില്ല. സ്വാലിഹത്തായ പെൺകുട്ടി പോകുന്നില്ല. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ കരിയത്ര താടിക്ക് കൈ കൊടുത്തിട്ട് ആ വിദ്വാൻ, ആ ഭർത്താവായ ചെറുപ്പക്കാരൻ ഉറങ്ങുന്ന കട്ടിലിന്റെ മൂലയിൽ ഇരുന്നിട്ട് ആ പെൺകുട്ടി കരഞ്ഞ് നേരം വെളുപ്പിച്ചു. നേരം വെളുത്തു. അവൻ നിസ്കരിച്ചു വന്നപ്പോ അവന് ഈ പെണ്ണ് ചായ ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. എന്തൊരു നല്ല പെണ്ണ്. 8 മണിയായപ്പോ ഈ പെണ്ണ് 2 ദോശ ചുട്ടു കൊടുക്കുന്നുണ്ട്. അത്രേ, നമ്മൾ സാധാ ഒരു കറിയും 2 ദോശയും. ഈ ചെറുപ്പക്കാരനായ ഭർത്താവ് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പെണ്ണ് നിലത്തിരുന്ന് ഭർത്താവിന്റെ മടിയിൽ കൈവച്ചിട്ട് ആ പെണ്ണ് പറഞ്ഞു, എൻ്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്, ഇന്നലെ രാത്രി മരിച്ചതാണ്. നിങ്ങൾക്ക് വെറുപ്പില്ലെങ്കിൽ ഇന്ന് 10 മണിക്ക് മയ്യത്തെടുക്കും, 2 മണിക്കൂറേ ഉള്ളൂ. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ഉപ്പാന്റെ മുഖം ഒരു നോക്ക് കണ്ടിട്ട് വരട്ടെ. മയ്യത്തെടുക്കാൻ നിൽക്കൂല, എൻ്റെ ഉപ്പാന്റെ മുഖം ഒരു നോക്ക് കണ്ടിട്ട് വരട്ടെ. ആഞ്ഞടിച്ചു ആ പെണ്ണിനെ. മുസ്ലിമീങ്ങളെ, ആ പെണ്ണിനെ ഈ നിസ്കാരക്കാരനായ വിദ്വാൻ ആഞ്ഞടിച്ചു എന്നല്ല, ആ പെണ്ണ് ബോധം കെട്ട് വീടുകയാണ്. മനുഷ്യ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ഭാര്യ എങ്ങാനും കരഞ്ഞു പോയാൽ, അത് ഭാര്യയുടെ ഉമ്മാനെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ഭാര്യയുടെ ഉപ്പയെ വേദനിപ്പിച്ചിട്ടാണെങ്കിലും ശരി, കരഞ്ഞു പോയാൽ മുസ്ലിമീങ്ങളെ, ദീനിന്റെ പടയാളികളെ, ദുനിയാവിൽ വെച്ച് തന്നെ വലിയ ശിക്ഷയുണ്ട്. അത് വഅദ് പറയുന്ന മുസ്ലിയാരാണെങ്കിലും ശരി, വല്ലാത്ത ശിക്ഷയുണ്ടെന്നാണ് ദീൻ പഠിപ്പിച്ചത്. നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. എന്ന് ചോദിക്കുന്നത്, മനുഷ്യാദിന്റെ മക്കളുടെ ഉമ്മയല്ലേ, കുട്ടികളുടെ ഉമ്മയല്ലേ? ആ ഉമ്മാനെ കരയിപ്പിക്കരുത്. ആ ഉമ്മയെ 1 മിനിറ്റ് കരയിപ്പിച്ചാൽ അതിന്റെ 10 ഇരട്ടി വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരും ഈ ഭർത്താവ്. ഇതാണ് ദീൻ പഠിപ്പിച്ചത്. അതോടുകൂടെ നമ്മുടെ മക്കളുടെ സ്വഭാവം ദുഷിച്ചു പോകും. ഭാര്യയെ ഏതെങ്കിലും ഒരു മനുഷ്യൻ അടിക്കുന്നുവെങ്കിൽ ആ മക്കളുടെ സ്വഭാവം ദുഷിച്ചു പോകും. കാരണം ആ കുട്ടികൾക്ക് ഉപ്പയോട് വെറുപ്പ് വരും. വാപ്പയോട് വെറുപ്പ് വന്നാൽ മക്കളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകും. കാരണം അൽവാരിദു ഔസതു അബ്വാബിൽ ജന്ന, നബി തങ്ങളല്ലേ പഠിപ്പിച്ചത്. ഞാൻ ആമുഖത്തിൽ അത് ഹദീസ് ഓതിയില്ലേ, സ്വർഗ്ഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവാടം അത് ഉപ്പയാണ്. ഉപ്പയോടെങ്ങാനും നമ്മുടെ കുട്ടികൾക്കൊരു വെറുപ്പ് തോന്നിപ്പോയാൽ ആ മക്കളുടെ ഭാവിയാണ് നശിക്കുന്നത്. അതിനുള്ള കാരണം ഉമ്മയെ അടിക്കുന്നതാണ്. പ്രിയപ്പെട്ട ഉമ്മയെ അഥവാ മക്കളുടെ ഉമ്മയെ കുട്ടികളുടെ മുന്നിൽ വെച്ച് തമാശക്ക് പോലും ഒരു ദേഷ്യം പിടിക്കുന്ന ശൈലി ഉണ്ടായി പോകരുത്. നമ്മുടെ കുട്ടികൾ ബെടക്കാം. അല്ലാഹു തആല നമുക്ക് നൽകിയ മുത്തുകൾ അത് നമ്മുടെ മക്കളാണ്. അല്ലാഹു ലോകത്തെ വഅദ് പറയുന്ന മുസ്ലിയാരാണെങ്കിലും പടച്ച റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് നമ്മുടെ മക്കളാണ്. ആ മക്കളെ കൊണ്ടൊരു കുളിർമ,
ആ മക്കളെ കൊണ്ടൊരു സന്തോഷം. നമ്മുടെ ഖബറിലും നമ്മുടെ ആഖിറത്തിലും ഒരു ചെറിയ റാഹത്ത് നമ്മുടെ മക്കളെ കൊണ്ടുണ്ടാവണം. അതുണ്ടാവണോ നമ്മുടെ ഭാര്യയും നാം തമ്മിലായി അതൊരു വല്ലാത്ത സ്നേഹമുള്ള ജീവിതമാവണം. ഞാൻ അത്രേ കരുനാഗപ്പള്ളിയിലുള്ള ജ്യേഷ്ഠാനുജന്മാരോട് പറയുന്നുള്ളൂ. ജീവിതം വേണോ, സന്തോഷം വേണോ, ബർക്കത്ത് വേണോ, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല റാഹത്തുള്ളതായിരിക്കണം. പിണക്കമുണ്ടാവരുത്, തെറ്റുണ്ടാവരുത്, സംസാരം കുറക്കരുത്. അവരെപ്പോഴും ചിരിയും പുഞ്ചിരിയും. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയുള്ള പുഞ്ചിരി, ഭാര്യയുടെ മുഖത്ത് നോക്കിയുള്ള അതിലേറെ പുഞ്ചിരി. ആ തബസ്സുമുക ഫീ വജ്ഹി സൗജതിക, ഭാര്യയുടെ മുഖത്തുള്ള പുഞ്ചിരി അതുണ്ട് എങ്കിൽ ദുനിയാവ് ഒരു സ്വർഗീയ ജീവിതമാണ്. അതോടുകൂടെ ആഖിറത്തിലും ബർക്കത്തുള്ള കാര്യമാണ്. ഇതോർക്കടേ എന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു വ ഇല്ലാമിൽ കിസ്റതി ഖുബ്സൻ സദ്ദ ബിഹാ ജൂഅതഹു വ ഇല്ലാമിൽ ഖിന്നിൽ യതദഖലു ഫീ من الحر والقد قال رسول الله صلى الله عليه قال رسول الله